ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വീണ്ടും ഒരു ടൂറിസ്റ്റ് ബസ് മോഡായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലാസിക് BMR ഒരു മോഡാണ് ഈ ഒരു ബസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ എന്താ സെഡോണിൻ്റെ ബോഡി കാണിക്കണേ മനസ്സിലാവുന്നില്ല, ഈ ഫ്രണ്ട് ഭാഗം. അപ്പോൾ അതിൻ്റെ പേരുണ്ടോ, ഹാപ്പി ഡേയ്സ്. കലിപ്പെന്നോ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത്? ഈ ബസ് കലിപ്പനാണോ? ഇങ്ങനെ കലിപ്പെന്ന് എഴുതില്ല. ബാക്കിൽ വേറെ കുറച്ച് ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേ കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലാവില്ല, ഹാപ്പി ആകുമ്പോൾ എങ്ങനെ കലിപ്പനാവുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് ഈ ബസ് പ്രശ്നക്കാരനാണോന്ന്, അല്ലാണ്ട് കലിപ്പെന്ന് എഴുതില്ല. എനിക്കിപ്പോഴും മനസ്സിലാവണില്ല ഇതെന്താ സെഡോണിൻ്റെ ബോഡി വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു BMRയുടെ ബോഡി മാറ്റി സെഡോണിൻ്റെ ബോഡി വെച്ചേക്കണതാണെന്നോ, അല്ലാണ്ട് സെഡോൺ കാണിക്കില്ല. എന്നെ സെഡോൺ ആക്കിയിട്ടുണ്ടാവും, അതാവും. പിന്നെ സൈഡിൽ ഫ്രണ്ടിലും ഇതേപോലെ തന്നെ യെല്ലോ കളർ വീൽ ക്യാപ്പ് വെക്കണമായിരുന്നു. ഇത് സ്റ്റീലിൽ വെച്ച കാരണം വീൽ ക്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. കണ്ടോ, കുറച്ച് ദൂരെ നിന്നാണ് നിൽക്കണമെങ്കിൽ അങ്ങനെ തോന്നില്ല. വേണമെങ്കിൽ ആ സ്റ്റീരിയമിൽ തന്നെ മഞ്ഞ വീൽ ക്യാപ്പ് ആക്കായിരുന്നു. പക്ഷേ എന്തോ അങ്ങനെ ആയില്ല. ബാക്കിൽ മാത്രമേ ഉള്ളൂ. ഇതവിടെ ഡെവലപ്മെൻ്റ് അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആദ്യം ഈ ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. എൻ്റെ മോനെ, പൊളിച്ചുണ്ട്. ഇൻറ്റീരിയർ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടെ ഡെക്കറേഷൻ നോക്ക്, ഈ റെഡ് കളറിൻ്റെ ഒരു മാല പോലെ ഇട്ടിരിക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ പൊളിച്ചിട്ടുണ്ട്. വൈഫൈ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, വൈഫൈൻ്റെ പിക്ചർ. പിന്നെ ഇതിലത്തെ മിസ്റ്റേക്ക് എന്ന് പറയണ്ടെങ്കിൽ തന്നെ കണ്ണാടിയുടെ കാര്യമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിലത്തെ കണ്ണാടിയുടെ സൈഡിന് മിസ്റ്റേക്ക് ഉണ്ട്. രണ്ട് കണ്ണാടിക്കും ഉണ്ട്, മുകളിലത്തെ കണ്ണാടിക്കും അതുപോലെ സൈഡിലത്തെ കണ്ണാടികൾക്കൊക്കെ മിസ്റ്റേക്കാണ് സൈഡിൻ്റെ. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. വണ്ടി പോകുമ്പോൾ അതിൻ്റെ കിലോമീറ്റർ ഞാൻ കാണിക്കും, അതും വർക്കിംഗ് അല്ല. അത് കഴിഞ്ഞ വീഡിയോയിലെ മോഡലും ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ഇമ്പ്രൂവ് ആവും. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഡെവലപ്പേഴ്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അധികമൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റോഡ് നല്ല റോഡാണ് കേട്ടോ. ഇതിലത്തെ റൂട്ടുകളും ഒക്കെ നല്ല റൂട്ടാണ്. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്ത ടീം KBC കണ്ണൂരുകാരോടാണ് താങ്ക് യു പറയണ്ടേ. കാരണം ഇതിലത്തെ റൂട്ടും അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഒക്കെ പൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ മ്യൂസിക് കണ്ട കാര്യം വിട്ടുപോയി, അതായത് മ്യൂസിക് ഇട്ടേക്കാം. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്താ വെച്ചാൽ ഈ ഗ്ലാസ്സിൽ എന്തിനാണ് യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത്. അത് കണ്ടിട്ട് തന്നെ ബസ്സിൽ ഇൻറ്റീരിയറാന്ന് തോന്നുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പറയാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കുന്നത് മനസ്സിലാവുന്നില്ല. ഗ്ലാസ്സിനൊക്കെ കൊടുക്കുമ്പോൾ ആ ഇൻറ്റീരിയർ ഉൾവശത്തെ ഭംഗിയൊക്കെ പോവുകയും ചെയ്യാം. എന്തെങ്കിലും ആവട്ടെ, അവിടെ ഡെവലപ്മെൻ്റ് അല്ലേ, അവർ ഭംഗി ചെയ്തേക്കണതല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. പിന്നെ എനിക്കിപ്പോഴും സംശയമുള്ളത് എന്താ വെച്ചാൽ എന്തിനാണ് ആ ബസ് ഫ്രണ്ടിൽ കലിപ്പെന്ന് എഴുതി വെച്ചിട്ടുള്ളതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഹാപ്പി ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷ ദിവസങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കലിപ്പന എന്തിനാണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ശരിക്കും ഹാപ്പി എന്ന് എഴുതണ്ടേ, വല്ല സന്തോഷം എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ. കളിപ്പം എഴുതിയ ആൾ സന്തോഷിയായ പ്രശ്നക്കാരനായിരിക്കും, സന്തോഷത്തിൻ്റെ ഒപ്പം പ്രശ്നമാവും. ഇത് എഴുതുമ്പോൾ എനിക്കങ്ങനെ തോന്നി, ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഞാൻ ഈ വണ്ടിയുടെ മോഡും അതുപോലെ തന്നെ ലിവറിയുടെ ലിങ്കൊക്കെ ഞാൻ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. പിന്നെ BMR ഓൾഡ് മോഡൽ ബസ്സും കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി ഉള്ളൂ, ഓൾഡ് മോഡലാണ്. അതും കൂടി ഇറക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടികളൊന്നും മാറ്റി പിടിക്കണ്ടേ. ഈ ബസ് തന്നെ ആയാൽ ശരിയാവും, ഭയങ്കര ബോറിങ് ആവില്ലേ. വല്ല ട്രക്കിൻ്റെ മോഡാ അല്ലെങ്കിൽ കാറിൻ്റെ മോഡാ അങ്ങനെ എന്തെങ്കിലും ഒരു മോഡ് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ബസ്സിൻ്റെ മോഡ് തന്നെയായിരിക്കും, ഈ BMR തന്നെ. ഇനി അതിന് അന്വേഷിച്ചാൽ പിന്നെ കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അത് യൂറോ ട്രക്ക് സിമുലേറ്ററിൽ കിട്ടുന്നുള്ളതെന്ന് തോന്നുന്നു. ഇതിൽ കിട്ടണമെങ്കിൽ കുറേ അങ്ങോട്ട് സെർച്ച് ചെയ്യേണ്ടി വരും യൂട്യൂബിലൊക്കെ. കുറേ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഈ മോഡൽ കിട്ടിയത്, ഈ BMRയുടെ. ഇത് മാത്രമല്ല, മുമ്പ് ഞാൻ 2 വീഡിയോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിലും ഇങ്ങനെ തന്നെ കിട്ടിയിരുന്നു. അടുത്ത വീഡിയോയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഏത് മോഡ് ഇറക്കേണ്ടതെന്ന് തീരുമാനിക്കാം. നമ്മൾ കാട്ടിലോട്ട് എത്തിയെന്ന് തോന്നുന്നു. 2 സൈഡിലും ഇപ്പോൾ കാടായി. ഇനിയിപ്പോൾ കുറച്ച് വഴി ഇനി കാട്ടിലോട്ടായിരിക്കും എന്ന് വിചാരിക്കാം. കാട്ടിലോട്ടുള്ള വഴി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ചുറ്റും കൊണ്ട് ചില വീടുകളൊക്കെയാണ്. നമുക്കൊന്ന് പറപ്പിച്ചാലോ? നേരെ ഒറ്റ വണ്ടികളും കാണുന്നില്ല, അതുകൊണ്ടാണ്. ഇല്ല, സ്ലോ ആക്കേണ്ടി വരും. മുമ്പിൽ ഇതേ ട്രക്ക് വന്നു. നമുക്ക് പറ്റാവുന്ന മാക്സിമം സ്പീഡിൽ പോയാൽ മതി, അങ്ങനെയാണെങ്കിൽ വേഗം എത്തിയായിരിക്കും. പിന്നെ ട്രാഫിക്കൊക്കെ ആണെങ്കിൽ പിന്നെ സമയമെടുക്കും, അതാണ് പ്രശ്നം. നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ ആകെ കുറച്ച് വഴിയും കൂടെ ഉള്ളൂ. ഗൈസ്, ഇവിടെ ടൗൺ ഇത് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ ബസ് നിർത്താൻ പറ്റിയ സ്ഥലം. നമുക്ക് കുറച്ച് വഴിയും കൂടി പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറേ വഴി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ട്രാഫിക്കിൻ്റെ ഡെൻസിറ്റി കൂടി തുടങ്ങി. ടൗണെത്തിയില്ലേ, ടൗണിലെത്തിയാൽ പിന്നെ ഭയങ്കര ട്രാഫിക്കാണ്. ഏതായാലും ഈ വഴികളൊക്കെ വരുമ്പോൾ പകൽ വരുന്നതാണ് നല്ലത്, കാരണം സൈഡിൽ കുറേ കാഴ്ചകൾ കാണാനൊക്കെ പറ്റും. പക്ഷെ രാത്രി വന്നാൽ ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര ഇരുട്ടായിരിക്കും. ശരിക്കും പകൽ വന്നാലാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. റോഡ് സൈഡിൻ്റെ അവിടെ കുറേ പാടങ്ങളും പിന്നെ മരങ്ങളും തോട്ടങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതിലത്തെ ടൈം ഡേ ആക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വഴിയെങ്ങാനും തെറ്റിയോന്ന് ഡൗട്ടുണ്ട്, കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വഴിയൊന്നും തെറ്റില്ല. വഴി തെറ്റിയാൽ പിന്നെ നമ്മൾ ആരോടെയും ചോദിച്ചാൽ വഴി ശരിയാവും. വഴിയൊന്നും ചിലപ്പോൾ തെറ്റില്ല നമുക്ക്. എന്തോ എനിക്കങ്ങനെ ഒരു സംശയം വന്നു. ഇതേ മുമ്പിലൊരു ലെവൽ ക്രോസ്. ആദ്യമായിട്ട് നമ്മൾ ലെവൽ ക്രോസിലേക്ക് പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ട്രെയിൻ പോയി കാണുമെന്നാണ് തോന്നുന്നത്. അതെ, പോയിട്ടുണ്ട്.
റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ കാണാമായിരുന്നു. ഹോൺ അടിച്ചിട്ട് ആ ട്രെയിൻ പാസ് ചെയ്യാറ്. വരുമ്പോഴൊക്കെ ഹോണടിയായിരിക്കും. നമ്മുടെ സ്ഥലം അത് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം. ഈ സ്ഥലത്താണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ വണ്ടിയുടെ യാത്ര നമ്മൾ നിർത്തുകയാണ്. ഗൈസ്, ഇത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.